ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഇല, ഇതാണ് നമ്മുടെ ഉലുവ ഇല. ഫെനുഗ്രീക്ക് ഉലുവയുടെ ഇലയായത്. മേത്തി ലീവ്സ്. ഉലുവയ്ക്ക് നമുക്കറിയാമല്ലോ, ഒത്തിരി ഗുണങ്ങളുള്ളതാ ഉലുവ, അല്ലേ? അപ്പോൾ ഉലുവയുടെ ഇല അതുകൊണ്ടൊരു തോരൻ വെച്ചാലോ? നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഉലുവയ്ക്ക് പൊതുവെ കുറച്ച് കയ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഉലുവ ഇലയുടെ കാര്യമോ, അതിന് സ്വാഭാവികമായിട്ടും കയ്പുണ്ടാകും. അപ്പം നമ്മൾ അതിൻ്റെ തണ്ട് അധികം എടുക്കണ്ട, ഈ ഇല ഭാഗങ്ങൾ മാത്രം, ഇല മാത്രം എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ദേ ഇവിടെ കുറേ ഇല അങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്, തണ്ടൊക്കെ കുറച്ച്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് തോരൻ്റെ പരുവത്തിൽ അരിഞ്ഞു കൊണ്ടുവരാം. നമ്മുടെ ഉലുവ ഇലയൊക്കെ ഞാൻ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കണ്ടോ, നല്ല നൈസായിട്ട് തോരൻ്റെ പരുവത്തിന്. അപ്പോൾ ഇനി ഇതിന് ചേർക്കാനായിട്ട് തേങ്ങ, ഉള്ളി, ചുമന്നുള്ളി ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ, അതുപോലെ തേങ്ങ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കാന്താരി ഇത് മുഴുവൻ ചേർക്കണമെന്നില്ല, പിന്നെ ഉപ്പ്, മുളക് കുറച്ച് ചേർത്താൽ മതി, കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് ജീരകം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് തോരന് ചേർക്കാൻ പരുവത്തിന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി അരയ്ക്കണ്ട. നമുക്കറിയാമല്ലോ, തോരനൊക്കെ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം, അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനൊന്ന് പറഞ്ഞതാണ്. നമുക്കിതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഉലുവയുടെ ഗുണങ്ങളെപ്പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടല്ലേ. ഉലുവ നമ്മുടെ നടുവേദന കുറയ്ക്കാനായിട്ട് നല്ലതാണ്, അതുപോലെ നമ്മുടെ ഷുഗർ കുറയ്ക്കാനായിട്ട് നല്ലതാണ്, പിന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഉലുവ ഒത്തിരി നല്ലതാണ്. അപ്പം അങ്ങനെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒട്ടനവധി ഉണ്ട്. അപ്പം ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ള ഉലുവ ഇല കൊണ്ട് തോരൻ വെച്ചാൽ അത് നമുക്കൊരു സൈഡ് ഡിഷും ആകും, വളരെ ഗുണപ്രദവുമാണ്, ആരോഗ്യപ്രദവുമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ തോരൻ വയ്ക്കാം. ഇതിന് ചേർക്കാനുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ മതി. ഒന്ന് ചൂടാകട്ടെ. കടുക് വറക്കണതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കുറച്ച് കടുകിട്ടു, മുളക്, കറിവേപ്പില, ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കണം കേട്ടോ, നല്ലതായിരിക്കും. ചേർത്തൊന്നിന് പൊട്ടി വരട്ടെ. പിന്നെ നമ്മൾ എന്ത് ഇലത്തോരൻ വയ്ക്കുമ്പോഴും ആദ്യമേ അരപ്പിടണം, തേങ്ങ ചതച്ചത്. അതൊന്ന് ശരിയായിട്ട് വേണം നമുക്ക്. ഉള്ളിയൊക്കെ അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇലത്തോരനായ കാരണം ഞാൻ ഇച്ചിരി തേങ്ങയും ഉള്ളി, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇല ഇട്ട് കൊടുക്കാം. ഇലയുടെ വേവ് പാകമായിട്ട് നമ്മൾ എടുത്താൽ കയ്പൊന്നും ഉണ്ടാകില്ല. പറയുന്ന പോലത്തെ കയ്പൊന്നും ഉലുവത്തോരന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പൊതുവെ ആൾക്കാരുടെ വിശ്വാസം ഉലുവ ഇല കൊണ്ട് തോരൻ വെച്ചാൽ ഭയങ്കര കയ്പായിരിക്കുമെന്ന്. അത് നമ്മൾ ശരിയായ രീതിയിൽ കുക്ക് ചെയ്താൽ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ടേസ്റ്റിനേക്കാൾ ഉപരി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മുടെ ഷുഗറും പ്രഷറും ഒക്കെ നന്നായിട്ട് കുറയ്ക്കും. ഇല നമ്മൾ നേരത്തെ ഇട്ട ഇല വല്ലാതെ വാടി അതിൻ്റെ ഒരു ടേസ്റ്റ്
മാറിപ്പോകും. അപ്പോൾ ഇലയുടെ ടേസ്റ്റ് നല്ല ഫ്രഷായിട്ട് കിട്ടാനായിട്ട് നമുക്കിങ്ങനെ ഇല രണ്ടാമത് ഇടുന്നതാണ് നല്ലത്. വെള്ളമൊന്നും ചേർക്കുകയേ വേണ്ട. വെള്ളമൊക്കെ ഇതിൽ നിന്ന് വന്നോളും. ഇപ്പം തന്നെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞു. ഇത് തന്നെ ഇത് കാണാൻ നല്ല ഒരു കളറായിട്ടുണ്ട്. ഇനി ഒരു ശകലം നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇങ്ങനെ കൊത്തി വച്ച് കൊടുത്താൽ മതി. ഓക്കെ, ചോറിനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഉലർന്നു വന്നാൽ മതി. ഞാനിങ്ങനെ കാന്താരിയാണ് എരിവിന് ചേർത്തത്. പിന്നെ മുളക് പൊടി ഒരല്പം കളറിന് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. കാന്താരി ഇല്ലാത്തവർക്ക് മുളക് ചേർക്കാം കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ അതും ആവാം. അപ്പോൾ ഇനി ഇതൊരു ശക്കല ഉലർന്നാൽ മതി. ഒത്തിരി ഉലരണ്ട. അപ്പം അത് ശരിയായി വരട്ടെ. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്കിനിടയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം ധൃതി കൂടുതലാണ് എനിക്ക്. നിങ്ങൾ വളരെ സമയമെടുത്ത് സാവധാനം ആസ്വദിച്ച് ചെയ്യണം. നമ്മൾ എന്ത് കുക്കിംഗ് ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത്. കുക്കിംഗ് ഒരു കലയാണല്ലേ. അപ്പോൾ അത് ആസ്വദിച്ച് ചെയ്യണം. ഞാൻ അവധി ദിവസങ്ങളിലൊക്കെ ആസ്വദിച്ച് ചെയ്യാറുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പം രാവിലെ ഇപ്പം ഇന്നലെ ഈ ഉലുവേല കിട്ടി. അപ്പം അതുകൊണ്ട് തോരൻ വച്ചതിൻ്റെ വീഡിയോ എടുത്തതാണ്. എന്തായാലും നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു തോരനാണ്. നമുക്ക് കിട്ടുമ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഒരു ചെറിയ കയ്പ്പൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതായി ഉലുവേല. നമുക്ക് ഉലുവേല ഉണ്ടാക്കിയെടുക്കാം. ഉലുവ മുളപ്പിച്ച് തോരൻ വയ്ക്കണം. അതും വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഉലുവയുടെ നമുക്ക് മൈക്രോ ഗ്രെയിൻസ് ഉണ്ടാക്കി തോരൻ വയ്ക്കാം. അതൊക്കെ നമുക്കിനി ഒരിക്കൽ ചെയ്യാം. അപ്പോൾ തോരൻ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പകർന്നെടുക്കാം അല്ലേ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എന്തായാലും നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കർക്കിടക മാസം കൂടെ അല്ലേ, മാക്സിമം ഇലകൾ കഴിക്കണം. നമ്മുടെ പറമ്പിലുള്ള ഇലകളൊക്കെ പറിച്ച് ഞാൻ തോരൻ വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ശരി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം കേട്ടോ. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഈ തോരൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.